വൈറ്റ് സോസ് പാസ്ത ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? എന്നാൽ ബട്ടർ ചിക്കൻ പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ? ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ചിക്കനിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ചെറിയ ജീരകം പൊടിച്ചതും കസൂരി മേത്തി, തേയില ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് അളവ് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പാസ്ത വേവിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള പാസ്തയും ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പാസ്ത ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. പാസ്ത വെന്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഊറ്റിയെടുക്കാം. ഇനി ഒരു ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടുന്നുണ്ട്. ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ സൈഡും പൊരിഞ്ഞു വന്നാൽ ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇടാം. ഇനി ചിക്കൻ പൊരിച്ച അതേ പാത്രത്തിൽ തന്നെ ബട്ടർ ഇട്ട് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും 5-6 വെളുത്തുള്ളിയും 3 ചെറിയ തക്കാളിയും ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 10-15 കാഷ്യൂ നട്ട്സ് ഇട്ട് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വെക്കുക. ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അടിച്ചെടുത്ത പേസ്റ്റ് നേരത്തെ തയ്യാറാക്കി അതേ പാനിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നേരത്തെ പൊരിച്ചെടുത്ത ചിക്കനും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു ഫ്രഷ് ക്രീം മുഴുവനായിട്ടും ഞാൻ ഇടുന്നുണ്ട്. ഒരു ഫ്രഷ് ക്രീമും ഇട്ട് അതും നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതിലേക്ക് കസൂരി മേത്തിയും നേരത്തെ വേവിച്ചെടുത്ത പാസ്തയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ പാസ്ത ഇവിടെ റെഡിയായി. നല്ല റിച്ച് ബട്ടറിൻ്റെ ടേസ്റ്റ് വരുന്ന പാസ്തയാണിത്. ഇതിൻ്റെ മുകളിൽ കസൂരി മേത്തിയും മല്ലിച്ചപ്പും വിതറി ഫ്ലെയിം ഓഫാക്കി അടച്ചു വെക്കാം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.